into my new video. നമ്മൾ ഇന്നൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ക്ലീൻ ആക്കി കട്ട് ചെയ്ത് വെച്ചത് 1.5 കിലോ ചിക്കനിന്റെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 2 സ്പൂൺ തൈരും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഉപ്പും മഞ്ഞളും തൈരും പുരട്ടിയ ചിക്കനാണ്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് സവോള ഫ്രൈ ചെയ്യാൻ പോകാനാണ്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിൽ, 2 സവോളയാണ് നമ്മൾ ഇതിലോട്ട്. സവോള നമ്മൾ പൊടി ചേർക്കാനും കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കൈക്കൊന്ന് അതിനെ ഒന്നിങ്ങനെ തിരുമ്മി കൊടുക്കണം, എല്ലാം ഒന്ന് വിടുവിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും. നമ്മുടെ സവോള ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 പിടി ക്യാഷ്യൂ, ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ആ ഓയിൽ ബാക്കിയുണ്ട്, ആ ഓയിലിൽ തന്നെ നമ്മൾ വേറെ ഓയിൽ ഒഴിക്കുന്നില്ല. ആ ഓയിലിൽ തന്നെ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഒരു 12 പച്ചമുളക്, 2 കുടം വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ചതച്ചതാണ്. നമ്മൾ ഈ ബിരിയാണിക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, ഈ പച്ചമുളകിൻ്റെ എരിവേ ഉള്ളൂ. നമ്മൾ ചിക്കനിൽ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ പാല്, ഇത് പൈനാപ്പിൾ എസൻസ് ആണ്. ഈ അടപ്പിന് 2 അടപ്പ്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ റൈസും മസാലയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇടയിലിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒരു നല്ല പൈനാപ്പിളിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും ഒരു യെല്ലോ കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ സവോള ഏകദേശം വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു വലിയ തക്കാളിയെല്ലാം ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് മൂടി വെച്ച് വേവിക്കാം. ഈ ബിരിയാണി ഊറ്റിയെടുക്കുവാണ്, വറ്റിച്ചെടുക്കുവല്ല. അപ്പോൾ നമുക്കിപ്പോൾ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്. ചിക്കൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളവും വെക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു വലിയ നാരങ്ങയുടെ നീര്. നമ്മുടെ ബിരിയാണിക്ക് ഒരുപാട് മസാലയുടെ കുത്ത് വേണ്ട. അപ്പോൾ നമ്മളൊരു പിഞ്ച് പെരിഞ്ജീരകം, പിഞ്ച് കുരുമുളക്, ഒരു 3 ചെറിയ പട്ട, ഏലക്ക ഒരു 3-4 ചെറുത്, ഗ്രാമ്പു, ഒരു ബേ ലീവ്സ്. ഇത് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചോറിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പും നാരങ്ങയും മസാല എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ വെള്ളം ഒന്ന് രുചിച്ച് നോക്കണം. ഈ വെള്ളത്തിന് ഉപ്പ് ഇത്തിരി മുന്നോട്ട് നിൽക്കണം. നമ്മൾ ചോറിടുമ്പോൾ ഉപ്പ് ഇത്തിരി മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ എടുക്കണം. ഇതൊരു 1/2 സ്പൂൺ ഗരം മസാലയാണ്, നമുക്ക് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം, ജാതിപത്രി, തക്കോലം, കുരുമുളക് ഇട്ട് പൊടിച്ച മസാലയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ തൈര്. നമ്മൾ തൈര് ചേർക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആകാനാണ്. നമ്മൾ ബിരിയാണി കഴിക്കുമ്പം നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചുന്ന രീതിയിൽ ചിക്കൻ എടുക്കാൻ പറ്റണം. അതിനു വേണ്ടിയാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. 3 കപ്പ് ജീരകശാല അരിയാണ്. അത് 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അത് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ സവോള വറുത്ത് വെച്ചതിൽ നിന്ന് 1 പിടി സവോള എടുത്ത് നമുക്കിതിലോട്ട് ഇങ്ങനെ കൈക്കൊന്ന് തിരുമ്പോൾ നല്ല പൊടിഞ്ഞു വരും. ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുതിനയിലയാണ്, 1 പിടി പുതിനയില, ഇനി ഒരു 1.5 പിടി മല്ലിയില. നമ്മുടെ ചോറിപ്പം വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഊറ്റാം. ചിക്കൻ ഇപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമ്മൾ ഒരു 3 തവി മസാല ചാറോട് കൂടി ഇത് ഇങ്ങനെ കോരിയെടുക്കണം. നമുക്കിനി ദം ചെയ്യാം. ഞാനൊരു വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ 3 തവി മസാല എടുത്ത് വെച്ചില്ല ചാറോട് കൂടി, അത് അടിയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ചോറ്
ജീരകശാല റൈസാ, നല്ല കുഞ്ഞു മണിച്ചോറ, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ബിരിയാണിക്ക്. ഇനി ഇതിൽ ചോറിട്ടിട്ടുണ്ട്. ഈ ചോറിൻ്റെ മുകളിലോട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, ഇനി നമ്മൾ കാഷ്യൂ, കിസ്മിസ്, സവോള വറുത്തതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പാലിൽ മിക്സ് ചെയ്ത മഞ്ഞൾപ്പൊടിയും പൈനാപ്പിൾ എസൻസും ആണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ഒരു പിഞ്ച് ബിരിയാണി മസാല, നമുക്ക് ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് ഒരു സ്പൂൺ നെയ്യ്. നമ്മൾ സവോള ഫ്രൈ ചെയ്യാൻ നേരം മാത്രം ഒരു സ്പൂൺ നെയ്യ് ചേർത്തു. ഇപ്പോഴും നമ്മൾ ഇതിൻ്റെ ടോപ്പിങ്ങിൽ ഒരു സ്പൂൺ നെയ്യ് ചേർത്തു. അങ്ങനെ ടോട്ടൽ 2 സ്പൂൺ നെയ്യാണ് നമ്മൾ ബിരിയാണിക്ക് ചേർക്കുന്നത്. ഞാൻ ഇവിടെ ഒരു പഴയ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബിരിയാണി പോട്ട് ഇതിലോട്ട് ഇറക്കി വെക്കാം. നമ്മൾ ദം ചെയ്യുന്നതാണ്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പോട്ടിൻ്റെ ഈ അടപ്പിൻ്റെ ഇവിടെ ഒരു ഹോളുണ്ട്, അവിടെ നമ്മളൊരു ഗ്രാമ്പു വെച്ച് കൊടുക്കും. ആ ഹോളൊന്ന് അടച്ചു വെക്കും. അപ്പം ദമ്മായിക്കോളും. ഇനി ഒരു 15 മിനിറ്റ് ഇത് ഫ്ലെയിം കുറച്ച് ഇരിക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് ബിരിയാണി റെഡിയായി. നമ്മുടെ ബിരിയാണി ഒട്ടും സ്പൈസി ഒന്നുമല്ല, നല്ല കണ്ടോ, നല്ലൊരു തലശ്ശേരി ദം ബിരിയാണിയുടെയൊക്കെ ഇതിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ബിരിയാണി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഞാനായിട്ട് സലാസ്, ലെമൺ ഡേറ്റ്സ് പിക്കിള്, പിന്നെ പപ്പടം കൂട്ടിയാണ് കഴിക്കണേ. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.